മക്കളും ഓണ എക്സാമോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഓണ എക്സാമിന് നമുക്ക് ഇംഗ്ലീഷിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മിസ്സിനെ പരിചയപ്പെടുത്തട്ടെ. മിസ്സിൻ്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങളുടെ സ്വന്തം അബി മിസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം. അപ്പോൾ മിസ് പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, നമുക്ക് ഓണ എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാമെന്നൊന്നും മിസ്സിൻ്റെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ലേ അല്ലേ? സോ നമുക്ക് സ്ഥിരം വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഓണ എക്സാമിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉറപ്പായിട്ടും വരാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ കുട്ടികൾക്ക് കുറച്ച് ഒരു കവിതകൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോം തരും. ആ പോം നമ്മൾ വായിച്ചിട്ട് അതേപോലെ അതിൻ്റെ ബാക്കി വരികൾ നമ്മളോട് എഴുതി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചേർക്കാൻ പറയും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ആഡ് മോർ ലൈൻസ്, കുറച്ച് വരികളും കൂടെ ചേർക്കുക. ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഉറുമ്പിനെ ഇവിടെ കാണാം അല്ലേ? അപ്പോൾ ഈ ഉറുമ്പ് പാടുകയാണ് ആമനാൻറ്റ് ലാ ലാ ലാ. ഉറുമ്പ് പറയാണ് ഞാനൊരു ഉറുമ്പാണ് അല്ലേ? ആമനാൻറ്റ് ലാ ലാ ലാ. എന്നിട്ട് ഉറുമ്പ് എന്താ പറഞ്ഞത്, ഐ ക്യാൻ വോക്ക്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റും അല്ലേ? ഐ ക്യാൻ വോക്ക് ലാ ലാ ലാ. എനിക്ക് നടക്കാൻ പറ്റും ലാ 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 എന്ന് ആര് പറയാണ്, ഉറുമ്പ് പറയാണ് അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പോത്തിൻ്റെ ഇത്രയും വരികൾ തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള വരികൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ പൂച്ചക്കുട്ടി ആദ്യം എന്താ പറയുന്നത് നോക്കിക്കേ, ആം എ ക്യാറ്റ്, ഞാനൊരു പൂച്ചയാണ്. ആം എ ക്യാറ്റ് ലാ ലാ ലാ. നമുക്കിനി എന്ത് ചെയ്യണം, ബാക്കി വരി എഴുതണം അല്ലേ? ഇവിടെ ഐ ക്യാൻ വോക്ക് എന്ന് പറയുന്നത് പോലെ പൂച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂച്ചയ്ക്ക് നടക്കാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് അവിടെ എന്ത് എഴുതാടാ, ഐ ക്യാൻ വോക്ക് അല്ലേ? ഐ ക്യാൻ വോക്ക് ലാ 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 അല്ലേ? എനിക്ക് നടക്കാൻ പറ്റും അല്ലേ? ഐ ക്യാൻ വോക്ക് ലാ 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 എന്ന് ആര് പറയാണ്, പൂച്ചക്കുട്ടി പറയാണ് അല്ലേ? ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തിനെ കാണാടാ, ഒരു താറാവിനെ കാണുന്നില്ലേ? താറാവിന് നമ്മൾ എന്താ പറയുക, ഡക്ക് എന്നാണ് പറയുക അല്ലേ? DUCK ഡക്ക്. അപ്പോൾ ഇവിടെ ഡക്ക് എന്ത് പറയും, ആം എ ഡക്ക് ലാ 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 അല്ലേ? ഡക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ പൂച്ചക്കുട്ടീനെ പോലെ വോക്ക് ചെയ്യാണോ? അല്ല, വെള്ളത്തിൽ നീന്തുകയാണ് അല്ലേ? അതിന് നമ്മൾ എന്താ പറയുക, സ്വിം ചെയ്യാന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതും, ഐ ക്യാൻ സ്വിം ലാ ലാ ലാ. കണ്ടോ? അപ്പോൾ നമ്മൾ ആ പോയത്തിനനുസരിച്ച് എന്ത് ചെയ്തു, ബാക്കി വരികളും കൂടെ ആഡ് ചെയ്തു. Amarant, la la la. I can walk, la la la. I'm a cat, la la la. I can walk, la la la. അല്ലേ? I'm a duck, la la la. I can swim, la la la. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പോത്തിൻ്റെ ബാക്കി വരികൾ ആഡ് ചെയ്തു. ഇതുപോലെ മിസ്സിൻ്റെ കുട്ടികളോട് ഒരു പോം തന്നിട്ട് അതിൻ്റെ ബാക്കി വരികൾ ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പോം വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ് വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.